നമസ്കാരം. 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 20 and 21 ആണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി എന്താണ്? കോമൺ ഡിഫറൻസ്. അതായത് ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും തമ്മിലുള്ളൊരു റിലേഷനാണ്. ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇനി ഈ റിലേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. 5, 10, 15, 20, 25 എക്സെട്ര. ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്? 5 ആണ് അല്ലേ? 5 ആഡ് ചെയ്ത് പോകുന്നതാണ്. ഡി ഈസ് ഈക്വൽ ടു second term minus first term. Second term minus first term. അതായത് 10 minus 5. കോമൺ ഡിഫറൻസ് എന്താണ്? 5 ആണ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് കോമൺ ഡിഫറൻസ് കിട്ടിയത്. ഇനി തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് നോക്കാം. തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. തേർഡ് ടേം എന്താണ്? 15. അപ്പോൾ 15 മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? 5. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 10. അതുപോലെ ഫോർത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഫോർത്ത് ടേം എന്താണ്? 20 മൈനസ് ഫസ്റ്റ് ടേം 5, 15. അതുപോലെ ഫിഫ്ത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഫിഫ്ത്ത് ടേം എന്താണ്? 25 മൈനസ് 5 ഈസ് 20. അപ്പോൾ ഇവിടെ തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതുപോലെ സെക്കൻഡ് ടേമും കൂടെ എടുത്ത് എഴുതണം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? 10 മൈനസ് 5. അതെന്താണ്? 5. ഇനി ഇവിടെ നോക്കിയേ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 5 ആണ്. തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 10 ആണ്. ഫോർത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം 15. ഫിഫ്ത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം 20. അപ്പോൾ ഇവിടെ നോക്കി, 5ന് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് ആ പൊസിഷൻ ഡിഫറൻസ് എഴുതുന്നത് 2 മൈനസ് 1 ഇൻറ്റു 5. 2 മൈനസ് 1 എന്താണ്? 1. 1 ഇൻറ്റു 5 5 തന്നെ. അതേപോലെ ഇവിടെ പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 3 മൈനസ് 1. 3 മൈനസ് 1 ഇൻറ്റു 5. 3 മൈനസ് 1 എന്താണ്? 2. 2 ഇൻറ്റു 5 10. അതുപോലെ അടുത്തത് എന്താണ്? ഫോർത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ ഇവിടെ 4 മൈനസ് 1 ഇൻറ്റു 5. 4 മൈനസ് 1 എന്താണ്? 3. 3 ഇൻറ്റു 5 15. ഇനി ഇത് ഫിഫ്ത്ത് മൈനസ് ഫസ്റ്റ് ആണ്. അപ്പോൾ 5 മൈനസ് 1 ഇൻറ്റു 5. 5 മൈനസ് 1 എന്താണ്? 4. 4 ഇൻറ്റു 5 20. അപ്പോൾ ഇവിടെ നോക്കും, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 2 മൈനസ് 1 ഇൻറ്റു 5. അതുപോലെ തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 3 മൈനസ് 1 ഇൻറ്റു 5. ഫോർത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം 4 മൈനസ് 1 ഇൻറ്റു 5. ഫിഫ്ത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം 5 മൈനസ് 1 ഇൻറ്റു 5. അപ്പോൾ ഈ 2 മൈനസ് 1 എന്നുള്ളത് എന്താണ്? പൊസിഷൻ ഡിഫറൻസ്. 5 എന്താണ്? കോമൺ ഡിഫറൻസ്. ഇവിടെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേം ഡിഫറൻസ്. അപ്പോൾ ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എത്താം. ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 9th പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വൈ. എക്സ് പ്രൊപ്പോർഷണാലിറ്റി ഇങ്ങനെയാണ് എഴുതുന്നത്. എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വൈ.
ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു, അത് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽസ് ആക്കുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കെ ഇൻറ്റു വൈ. അത് തന്നെ ഇവിടെ വരുന്നത്, ഈ കെ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, അത് തന്നെ ഇവിടെ വരുന്നത്. ടേം ഡിഫറൻസ് ഇവിടെ എക്സ് ആയിട്ട് എടുക്കാം, പൊസിഷൻ ഡിഫറൻസ് വൈ ആയിട്ട് എടുക്കാം, കോൺസ്റ്റന്റ് കെ എന്താണ് ഡി. അപ്പോൾ ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും പ്രൊപ്പോർഷണൽ ആണ്. പേജ് നമ്പർ 20 ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. The third term of an arithmetic sequence is 12 and 7th term is 32. What is its 5th term? തേർഡ് ടേം തന്നിട്ടുണ്ട്, അതുപോലെ 7th ടേം തന്നിട്ടുണ്ട്, 15th ടേം ആണ്, 15th ടേം. വാട്ട് ഈസ് ഇറ്റ്സ് 15th ടേം? അപ്പം നമ്മൾ പഠിച്ചില്ല, ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഒരു തേർഡ് ടേം, third term 12 and 7th term. 7th term is 32. ഇനി നമുക്ക് ഇത് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ടേം ഡിഫറൻസ് എന്താണ്? ടേം ഡിഫറൻസ് 32 മൈനസ് 12. 32 മൈനസ് 12 ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 32ന്റെ പൊസിഷൻ 7 ആണ്, 12ന്റെ പൊസിഷൻ 3 ആണ്. അപ്പം 7 മൈനസ് 3 അതാണ് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി. 32 മൈനസ് 12 എന്താണ്? 20. 20 is equal to, ഇവിടെ 7 മൈനസ് 3 4d എന്ന് വരും. therefore d is equal to 20 divided by 4. d എന്താണ്? 5. d 5 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 15th ടേം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 7th ടേം എന്നുള്ള കുറച്ച് അടുത്ത് കിടക്കുന്നത് 15th ടേം. ഈ 7th ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം 15th എത്താൻ? അതായത് 7th ടേമിൻ്റെ കൂടെ 8 കോമൺ ഡിഫറൻസ്. ഈ 7ഉം 15ഉം തമ്മിൽ ഡിഫറൻസ് 8 അല്ലേ? അപ്പോൾ 8 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്യണം. അതായത് 7th ടേം പ്ലസ് 8 ഇൻറ്റു ഡി ആണ് 15th ടേം. 15th ടേം ഇസ് ഈക്വൽ ടു 7th ടേം എന്താണ്? 32 പ്ലസ് 8 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താണ്? 5. 32 പ്ലസ് 40 72. അപ്പോൾ 15th ടേം is 72. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. The fourth term of an arithmetic sequence is 81 and its 6th term is 71. What is its 20th term? 4th term തന്നിട്ടുണ്ട്, 6th term തന്നിട്ടുണ്ട്. 4th term 81, 6th term 71. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 20th term ആണ്. നമുക്ക് ഫോർമുല അറിയാലോ, ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇവിടെ ടേം ഡിഫറൻസ് എന്താണ്? ടേം ഡിഫറൻസ് എന്താണ്? 6th മൈനസ് 4th അല്ലേ എടുക്കണം. അപ്പോൾ 71 മൈനസ് 81. ടേം ഡിഫറൻസ് ഈസ് 71 മൈനസ് 81 ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 6 മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 71 മൈനസ് 81 എന്താണ്? മൈനസ് 10. 6 മൈനസ് 4 2d. therefore d is equal to minus 10 divided by 2. -5 ആണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 20ാം പദമാണ്. അപ്പോൾ ഇവിടെ 6th ടേമിൽ നിന്ന് തുടങ്ങാം. 6th ടേമിൽ നിന്ന് 20th ടേമിലേക്ക് എത്താനായിട്ട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? അതായത് 6th ടേമും 20th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 14 ആണ്. അപ്പോൾ 14 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ 20ാം പദവും 6ാം പദവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് 14 ആണ്. അപ്പോൾ 14 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്യണം. ഈ 6ാം പദത്തിനോട് കൂടെ 14 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നമുക്ക് 20ാമത്തെ പദം കിട്ടുന്നത്. therefore 20th ടേം അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 20th ടേം is equal to 6th ടേം
അതിനോട് കൂടെ 14 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 6th ടേം എന്താണ്? 71 പ്ലസ് 14 ഇൻറ്റു -5. -5 ആണ് കോമൺ ഡിഫറൻസ്. 71 14 ഇൻറ്റു 5 എന്നാണ് 70 ആണ്. ഇവിടെ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ്. അപ്പം -70. 71 മൈനസ് 70. അപ്പോൾ ആൻസർ എന്താണ്? 1. 20th ടേം എന്താണ്? 1. പേജ് നമ്പർ 21 എക്സർസൈസ് പ്രോബ്ലംസ് നോക്കാം. അതിൽ ഫസ്റ്റ് പ്രോബ്ലം, ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 15 ആൻഡ് ഇറ്റ്സ് 8th ടേം ഇസ് 35. വാട്ട് ഇസ് ഇറ്റ്സ് 30th ടേം? വാട്ട് ഇസ് ഇറ്റ്സ് 23rd ടേം? 13th ടേമും 23rd ടേമുമാണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് ടേം തന്നിട്ടുണ്ട് 15 അതുപോലെ 8th ടേം തന്നിട്ടുണ്ട് 35. അപ്പം നമ്മൾ പഠിച്ച ഫോർമുല എന്താണ്? ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഒരു തേർഡ് ടേം എന്താണ്? 15 and 8th term 35. ടേം ഡിഫറൻസ് എന്ത് വരും ഇവിടെ? 35 മൈനസ് 15. 35 മൈനസ് 15 is equal to പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 8 മൈനസ് 3. 8 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 35 minus 15 and 20. 20 is equal to 8 minus 3, 5. 5D. Therefore, D is equal to 20 divided by 5. Common difference 4 എന്ന് കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 13ാം പദവും 23ാം പദവുമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 8th ടേം അല്ലെ 30th ടേമിനായിട്ട് അടുത്ത് നിൽക്കുന്നത്. നമുക്ക് 8th ടേം വെച്ച് ഈ 13ാമത്തെ ടേം കണ്ടുപിടിക്കാം. 13th term is equal to 8th term plus എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? 13 മൈനസ് 8 5. അപ്പോൾ 5 ടൈംസ് 5D. 8th ടേം എന്താണ്? 8th ടേം ഇസ് 35. 35 പ്ലസ് 5 ഇൻറ്റു 4. 35 പ്ലസ് 20. 55. അപ്പം 13th ടേം എന്ത് കിട്ടി? 55. ഇനി 23rd ടേം, സെക്കൻഡ് പാർട്ട് 23rd ടേമാണ്. 23rd ടേം. ഈ 23rd ടേം കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നത് 13th ടേമുമായിട്ടല്ലേ? അപ്പം നമ്മൾ ഏത് ടേം വെച്ച് വേണമെങ്കിലും കണ്ടുപിടിക്കാം. കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്നത് ഇതായിട്ടാണ്. അപ്പം 13th ടേം പ്ലസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 23ഉം 13ഉം ആണ്. അപ്പം അതിൻ്റെ വ്യത്യാസം എന്ത് വരും? 10. അപ്പം 10D. 13th ടേം നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 55. 55 പ്ലസ് 10 ഇൻറ്റു 4. 55 പ്ലസ് 40. 95. 95 ആണ് 23rd ടേം. പേജ് നമ്പർ 21 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 21 ആൻഡ് ഇറ്റ്സ് 9th ടേം ഇസ് 41. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് തേർഡ് ടേം? ഇവിടെ 5th ടേം തന്നിട്ടുണ്ട്, അതുപോലെ 9th ടേം തന്നിട്ടുണ്ട്. 5th ടേം എന്താണ്? 21 and 9th term is 41. Term difference is position difference into common difference. ഇവിടെ term difference എന്താണ്? 41 minus 21. 41 minus 21 is equal to position difference എന്താണ്? 9 minus 5. 9 minus 5 into D. 20. 4D. Therefore, D is equal to 20 divided by 4, 5. കോമൺ ഡിഫറൻസ് 5 കിട്ടി. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ്സ്
ഫസ്റ്റ് ടേം ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു, നമുക്ക് ഫിഫ്ത്ത് ടേമല്ലേ ഫസ്റ്റ് ടേമിനോട് അടുത്ത് നിൽക്കുന്നത്, അപ്പം അത് വെച്ചിട്ട് കാണാം. ഈ ഫിഫ്ത്ത് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 4 ആണ് അല്ലേ? അപ്പം ഫിഫ്ത്ത് ടേമിൽ നിന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 4 ടൈംസ് 4d. ഫിഫ്ത്ത് ടേമിൽ നിന്ന് 4 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. അല്ലെങ്കിൽ 5ാം പദത്തിൽ നിന്ന് 4 പ്രാവശ്യം പൊതുവ്യത്യാസം മൈനസ് ചെയ്താൽ നമുക്ക് 1ാം പദം കിട്ടും. ഫിഫ്ത്ത് ടേം എന്താണ്? 21 മൈനസ് 4. d എന്താണ്? 5. 21 മൈനസ് 20 1. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് കിട്ടി? 1. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? വാട്ട് ഇസ് ഇറ്റ്സ് തേർഡ് ടേം? സെക്കൻഡ് പാർട്ട് തേർഡ് ടേം. തേർഡ് ടേം നമുക്ക് ഫസ്റ്റ് ടേം അറിയാം. ഫസ്റ്റ് ടേമിനോട് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടേം എത്തി. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം എന്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ചു? 1 പ്ലസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താണ്? 5. 1 പ്ലസ് 10. തേർഡ് ടേം ഇസ് 11. Third question, the fourth term of an arithmetic sequence is 61 and seventh term is 31. What is its 10th term? What is its first term? ഇവിടെ fourth termഉം seventh termഉം തന്നിട്ടുണ്ട്. Fourth term 61, seventh term 31. ഫോർമുല എന്താണ്? ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇവിടെ ടേം ഡിഫറൻസ് എന്താണ്? 31 മൈനസ് 61. പൊസിഷൻ ഡിഫറൻസ് 7 മൈനസ് 4 ഇൻറ്റു ഡി. 31 മൈനസ് 61 നെഗറ്റീവ് വരും, നെഗറ്റീവ് 30. ഇവിടെയോ 7 മൈനസ് 4 എന്നാണ് 3d. Therefore, d is equal to negative 30 divided by 3. അപ്പോൾ ആൻസർ ഈസ് നെഗറ്റീവ് 10. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് 10 ആണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് 10th ടേം. 10th ടേം ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 10th ടേം എന്താണ്? നമുക്കിവിടെ 7th ടേം അറിയാം. അപ്പം അതിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. 7th ടേം പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 7th ടേം എന്താണ്? 31 പ്ലസ് 3 ഇൻറ്റു നെഗറ്റീവ് 10. 31 3 ഇൻറ്റു നെഗറ്റീവ് 10 നെഗറ്റീവ് 30. ആൻസർ ഈസ് 1. 10th ടേം ഈസ് 1. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം നമുക്കിവിടെ 4th ടേം അറിയാം. അതാണല്ലോ കുറച്ചുകൂടി എളുപ്പം. അടുത്ത് നിൽക്കുന്ന ഫസ്റ്റ് ടേം ഉണ്ട്. ഏത് ടേം വെച്ചും കണ്ടുപിടിക്കട്ടെ, 7th വെച്ചും കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ ഇവിടെ 4th ടേം എടുക്കുന്നത് മാത്രം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാലും 4th ടേമിൽ നിന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 3 ടൈംസ് അല്ലേ? കാരണം ഇവിടെ പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 4 മൈനസ് 1 3 ആണ് വരുന്നത്. അപ്പോൾ 3 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. 4th ടേം എന്താണ്? 61 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് നെഗറ്റീവ് 10. 61 ഇവിടെ മൈനസ് എന്ത് വരും? പ്ലസ് 30. 91. ഫസ്റ്റ് ടേം ഈസ് 91. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ടേംസ് കുറഞ്ഞു വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് ദ 10th ടേം ഈസ് 5. വാട്ട് ഈസ് ഇറ്റ്സ് 15th ടേം ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് 25th ടേം? അപ്പം 5th ടേം തന്നിട്ടുണ്ട്, 10th ടേം തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് 15th ടേമും അതുപോലെ 25th ടേമും. 15ാം പദവും 25ാം പദവുമാണ് കണ്ടുപിടിക്കേണ്ടത്. 5th ടേം ഫിഫ്ത്ത് ടേം 10, 10th ടേം 5.
നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ടേം ഡിഫറൻസ് 5 മൈനസ് 10. 5 മൈനസ് 10 ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 10 മൈനസ് 5 ആണ്. 10 മൈനസ് 5 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 5 മൈനസ് 10 മൈനസ് 5 വരും. 10 മൈനസ് 5 5. 5d. d is equal to -5 divided by 5, that is -1. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി -1. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് 15th ടേം. അപ്പോൾ 10th ടേം അറിയാം. അപ്പോൾ 15th ടേം ഞാൻ കണ്ടുപിടിക്കും. 15th ടേം ഇസ് ഈക്വൽ ടു 10th ടേമിൻ്റെ കൂടെ 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ 10th ടേം എന്താണ്? 5 പ്ലസ് 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് -1. 5 ഇവിടെ വരും. 5 ഇൻറ്റു -1 -5 0. അപ്പോൾ 15th ടേം എന്താണ്? 0. ഇനി സെക്കൻഡ് പാർട്ട് വാട്ട് ഈസ് ഇസ് 25th ടേം. 25th ടേം 25th ടേം നമുക്ക് 15th ടേം കിട്ടി. അപ്പോൾ 15th ടേമിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 25th ടേം കിട്ടാൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10 അല്ലേ. അപ്പം 10 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 15th ടേം എന്താണ്? 0 പ്ലസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് -1. അപ്പോൾ ആൻസർ ആണ് 10 ഇൻറ്റു -1 -10. അപ്പോൾ 25th ടേം ഈസ് -10.